ഈ ഉമ്മ ഭാര്യ ഇപ്പം എന്താ വെച്ചാൽ രണ്ടാളും നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. പക്ഷേ അത് രണ്ടാളും അറിയേണ്ടെന്നുള്ളതാണ് അടിസ്ഥാനപരമായി. രണ്ടാൾക്കും മനസ്സിലായി. അപ്പോൾ ഭാര്യ വിചാരിക്കണം എന്താ വെച്ചാൽ ഇയാൾക്ക് ഉമ്മനോട് ഒരു താല്പര്യമില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്നോട് തന്നെ താല്പര്യം, ഇന്നോടാണ് ഇഷ്ടം, ഫുൾ ടൈം എൻ്റെ കാര്യത്തിലാണെന്ന് വൈഫിന് തോന്നണം. ഉമ്മക്ക് അതേ പെണ്ണിട്ടിരും ഓനും വൈഫൊക്കെ ഉണ്ടെങ്കിലും ഓൻ എന്ത് കാര്യത്തിനും ഞാൻ വേണം എന്നൊരു ഫീലിംഗ് ഉമ്മക്ക് ഒരിക്കലും. അത് ഈസിയാണ്, അത് വളരെ ഈസിയായ കാര്യമാണ്, ഒരു പ്രശ്നം അതിനില്ല. മനസ്സിലായി? അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വൈഫിനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എന്താ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കുക വെച്ചാൽ എൻ്റെ അമ്മൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, അതൊന്നും പറയരുത്. വൈഫ് എന്തുമ്മനെ പറ്റി പറഞ്ഞാലും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടോളൂ, ഒരു മറുപടി പറയാം. ഒരിക്കലും അതിനൊരു മറുപടി പോലും പറയാൻ പാടില്ല കേട്ടോ. ഉമ്മ അങ്ങനെ ആയി തീർന്നതിലുള്ള ഒരു വിഷമം നിങ്ങളെ മുഖത്തുണ്ടായാൽ മാത്രം മതി. ഉമ്മ ഇങ്ങനെയൊക്കെ ആയി തീർന്നതിലുള്ളൊരു സങ്കടം ഉണ്ടാവും, അത് മാത്രം മുഖത്തുണ്ടായാൽ മതി. ഒന്നും പറയരുത്. മനസ്സിലായി? എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ എന്ത് ചെയ്യണം? കേട്ടോളണം. കാരണം വൈഫ് പറയണത് എന്തിനാ? നിങ്ങൾ ഉമ്മാനെ പോയി രണ്ട് കൊടുക്കാനല്ല പറയണത്. വൈഫിന് വിഷമം വരുമ്പോൾ പറയാനുള്ള ആൾ നിലക്ക് പറയാൻ. അതുകൊണ്ട് നിങ്ങളത് കേൾക്കണം. കേൾക്കണില്ലെങ്കിൽ എന്താണ്? എനിക്ക് വിഷമം പറയാൻ ആരുമില്ല എന്ന മാനസിക പ്രയാസത്തിലാണ് അവർ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളത് കേട്ടാൽ മതി, വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ വൈഫിനെയും ഉമ്മനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകല്ലാതെ അത് പരിഹരിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. പിന്നെ വൈഫ് ഇവിടെ ആവശ്യമുണ്ട്, നിലനിന്ന് പോകണം എന്ന് ഉമ്മക്കൊരു ആവശ്യമായി വന്നാൽ ഉമ്മ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അതിന് നല്ലതെന്താ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും. വല്ലാതെ ബുദ്ധിമുട്ടുകളോടൊക്കെ ഞാൻ പറയും നിങ്ങളെല്ലാം അങ്ങനെ ചെയ്ത് കേട്ടോ, കുടുങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. എന്താ ചേച്ചി ഞാൻ പറയും, ഇവളെ കൊണ്ട് ഞാൻ ഇടങ്ങേറായി, ഒരു നിലക്ക് ഇവിടെ പറ്റൂല, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് എനിക്കുള്ളത്, ഞാൻ എന്താണ് ഇവിടെ കൊണ്ട് ചെയ്യാം എന്നൊക്കെ ഉമ്മ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വളരെ അതാ ഫുൾ ഫീലിങ്ങിൽ നമ്മൾ എടുത്തിട്ട് ഉമ്മനോട് പറയാം. അങ്ങനെയാണെങ്കിലേ ഓൾ ഒരു കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് പോയി നിൽക്കട്ടെ, എന്നിട്ടൊന്ന് പഠിച്ച് വരട്ടെ എന്ന് പറയാം കേട്ടോ. വൈഫിനോട് സ്വകാര്യമായിട്ട് പറയാം, എനിക്ക് ശരിക്കും വീട്ടിലൊന്ന് സമാധാനത്തിൽ നിൽക്കാൻ ഒരു 2 മാസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട്, വണ്ടിമ കയറുന്നവരോടും പറയാം. മനസ്സിലായില്ലേ? അപ്പം എന്താ വെച്ചാൽ ഒരു പേടിയും പേടിക്കണ്ട, അവിടെ പോയി നിന്നോ, ഇവിടുത്തേനേക്കാളും ഞാൻ അവിടെ ഉണ്ടാവും, സമാധാനം നിൽക്കുക ഏട്ട് ചെയ്യാം. അപ്പം ഉമ്മ എന്ത് ചെയ്യും? ഉമ്മക്ക് 3 ദിവസം കഴിയൂല. 3 ദിവസം ഉമ്മ അടുക്കളയിൽ കയറുമ്പോഴേക്കും ഉമ്മക്ക് മനസ്സിലാവും. അപ്പം ഉമ്മ പറയും എന്തേലും എങ്ങനെയും ഓളെ കൊണ്ടുവരാറ്. അപ്പം ആയിക്കോട്ടെ കൊണ്ടുവരാറ് പോവുക. ഉമ്മ ഒരു നിലക്കോള് പോരുന്നില്ല. ആരെ സത്യസന്ധമായിട്ടുണ്ടോ? ഇതിലൊന്നും കളവില്ല ഉണ്ടാ, ഒക്കെ പോരാ ഇഷ്ടമില്ല, എന്താ ചെയ്യുക വയ്ക്കുക. 2, 3, 4 ആഴ്ചക്ക് ഉമ്മ പറയും. അവസാനം അമ്മ പറയും ഇവളെ കൊണ്ടുവരുന്ന ഓളെ പ്രശ്നം, ഓളെന്താ വരാത്തെന്ന് വെച്ചു. ഓളെന്താ വരാത്ത എനിക്കറിയില്ല, ഓൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നാ പറയുന്നത്. ഓളെ കൊണ്ടുപോയിട്ട് വേറെ ലോഡ്ജ് എടുക്കലും വീടെടുക്കലും നിന്നെ കൂടെ കഴിയൂല. ഓളവിടെ നിൽക്കുകയാണെങ്കിൽ ഓക്കുള്ള ചിലവ് വല്ലതും കൊടുക്കാന്നല്ല, അതൊന്നും പറ്റൂല. നമ്മൾക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾ ഓക്കൊരു പ്രശ്നമില്ല, നമ്മളെ സമ്മതത്തോടെ അവിടെ പോയി നിൽക്കണേ ഒക്കൊരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ അവിടെ നിൽക്കാതെ നിൽക്കണത് എന്തുകൊണ്ടാണ്? ന്യായാണ്. ഉമ്മൻ്റെ അടുത്ത് നിന്ന് പോകാൻ പറ്റൂല എന്നുള്ളൊരു വസ്തുത ഉണ്ട് അവിടെ. വസ്തുത ഉണ്ടല്ലോ, ആ വസ്തുത ഉണ്ടാകാൻ പാടുണ്ടോ? നമ്മളെ വീട്ടിൽ പെണ്ണ് വന്ന് നിൽക്കുമ്പോൾ മാന്യമായി നിർത്തേണ്ടത് ഉമ്മൻ്റെ കടമയല്ലേ? അപ്പം നമ്മൾ ഇതിനെ വെറുതെ ഇങ്ങനെ ടെൻഷനായി പിന്നെ ആത്മഹത്യ ചെയ്യാനൊക്കെ പോകണം. എന്തിനാ നമ്മൾ ന്യായമായൊരു തീരുമാനത്തു അവൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റൂല, നമ്മളോളെ വീട്ടിൽ നിൽക്കട്ടെ. ഉമ്മക്ക് ഇവിടെ ഓളെ ആവശ്യമില്ലെങ്കിൽ ആവശ്യമാകുമ്പോൾ അമ്മ പറയട്ടെ, അമ്മ കൊണ്ടുവരാം. മനസ്സിലായി? അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഉമ്മക്ക് പറയും ഓള് വന്നോട്ടെ, പ്രശ്നമല്ല, ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ പറയാൻ പറയും. ഒന്നിൽ എന്നായിക്കോട്ടെ, ഒരാഴ്ച ഓള് വന്ന് നിന്നോട്ടെ, ഒരു മസലത്തും വേണ്ട, ഒരു കരാറും വേണ്ട, ഒരു കൗൺസിലറും വേണ്ട, ഓള് 2 ആഴ്ച വന്ന്. ഇപ്പം ഞാൻ ഓളൊന്ന് നിർബന്ധം പറയാം, ഒരു 2 ആഴ്ച വന്ന് നിൽക്കാൻ. എന്നിട്ട് നമ്മളോട് പറയാം ഒരു 2 ആഴ്ച വന്ന് നിന്ന് നോക്ക്. ആ 2 ആഴ്ച വന്ന് നിൽക്കുമ്പോൾ ഉമ്മ സൂപ്പറായിട്ടുണ്ടാവും. അതിന് നിങ്ങൾ ഏത് കൗൺസിലർ എടുത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളൊന്നും ഒരിക്കലും എന്താ പറയുക, നിങ്ങൾ പിന്നെ ഒരു കേസ്, ഒരു ഫാമിലി കേസ് കൈകാര്യം ചെയ്യുമ്പോൾ 2 പേരുടെയും വാപ്പനെയും ഇമ്മനെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കൂല. അത് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല, അത് 100% ദോഷമാണ്. അതെന്താണെന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അവിടെ ഒരിക്കലും സാധ്യത. അതുകൊണ്ട് ഉപ്പനെ ഉമ്മനെ ഉപദേശിച്ച് നന്നാക്കാന്ന് ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വൈഫിനെ ഉപദേശിച്ച് നന്നാക്കുക, ഉമ്മനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് ക്ലാസ് എടുത്ത് കൊടുക്കുക, ആ ക്ലാസ്സുകൾ മുഴുവനും നിങ്ങൾക്ക് എതിരായിട്ടായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് ക്ലാസ് ഒന്നും വേണ്ട. വല്ലാതെ കുടുങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. പക്ഷേ 2 പേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഓൾ പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പരമാവധി നിങ്ങൾ ഉമ്മാനെ സഹായിക്കണം. അവൾ പോകുമ്പോൾ അടുക്കളയിൽ കയറാനും പാത്രം കഴുകാനും ഒക്കെ. അത് നിങ്ങളിങ്ങനെ കഴുകിനാണുമ്പോഴായിരിക്കും ഉമ്മക്ക് സങ്കടം കൂടുക. നിങ്ങളിങ്ങനെ ഒഴിഞ്ഞടക്കരുത്. ആ ഉമ്മ ഓളില്ലല്ലോ, ഓളില്ലാത്തതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല, ഞാൻ തുടച്ചോളാം, ഞാൻ അലക്കിക്കോളാം, നിങ്ങളൊന്നും ചെയ്യേണ്ട.
എന്ത് പറഞ്ഞ് നമ്മൾ 2 ദിവസം അടുക്കളയിൽ സജീവമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉമ്മാക്ക് പറ്റും, ഇതൊരിക്കലും മുന്നോട്ട് പോകില്ല. ഇതൊക്കെ സാധാരണ സംഭവിക്കേണ്ട കാര്യമാണ്. ഇതാണ് നോർമലി ഉണ്ടാവേണ്ട കാര്യം. പക്ഷെ ഇതല്ലേ സംഭവിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കണം. ഈ പ്രശ്നം സെറ്റിൽ ചെയ്താൽ തരും. നിങ്ങൾ എപ്പോഴും ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചർച്ച ചെയ്താൽ നിങ്ങൾ തമ്മിൽ സമാധാനത്തിൽ വർത്തമാനം പറയുന്ന സമയം ഉണ്ടാവും. എപ്പോഴും സംവാദങ്ങളും പ്രശ്നങ്ങളും വയ്ക്കാനും. അപ്പോൾ എന്താണോ പ്രശ്നമുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്ത് പോകണം. പിന്നെ